വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്, നാഗരുടെ കാവ്. നിങ്ങൾക്കെല്ലാം അറിയാം, നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദുവാണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ, ഇല്ല ഞാൻ സമ്മതിക്കൂല. 100-ല് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കുകയാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുതല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? ഒരു ക്ഷേത്രം വയ്ക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? ഗോപൻ സ്വാമിയുടെ മകന്റെ പ്രതികരണമാണ് കണ്ടത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കോടതി മാനിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ മരണപ്പെട്ടതല്ല, സമാധിയായത് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം. മുസ്തഫയിലേക്ക് ഒരിക്കൽ കൂടി. മുസ്തഫ, ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. സമാധിയായത് എന്ന് തന്നെയുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് ചിലർ അതിക്രമിച്ചു കയറി, അതിന് പിന്നിൽ മറ്റു ചില നീക്കങ്ങളൊക്കെ ഉണ്ട്, ഗൂഢനീക്കങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയം, കുടുംബത്തിന്റെ ആവശ്യം ഇന്ന് കോടതി ഏത് രീതിയിലാണ് പരിഗണിച്ചത്? കുടുംബം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിശ്വാസപരമായി ഒരാൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ, അത് ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ, അംഗീകരിച്ച് നൽകുന്നുണ്ടെങ്കിൽ, അതനുസരിച്ച് മരിക്കാനുള്ള റൈറ്റും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഈ കല്ലറ പൊളിക്കാനും അതോടൊപ്പം തന്നെ അത് പൊളിച്ച് മറ്റൊരു തരത്തിലേക്കുള്ള ഈ സമാധി അംഗീകരിക്കാതെ സമാധി ആയതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിലും പറയുന്നുണ്ട്. വിശ്വാസപരമായി അത്തരത്തിൽ ആ രൂപത്തിൽ സമാധി ആയതാണ്. അതുകൊണ്ട് കല്ലറ പൊളിക്കാനുള്ള RDOയുടെ ഒരു നീക്കം അതിനെ പ്രതിരോധിക്കണം. അത് നിലവിൽ അങ്ങനെ RDO ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നുൾപ്പെടെയുള്ളതായിരുന്നു ഈ ഹർജിയിൽ ആവശ്യം. പക്ഷേ കോടതി പ്രഥമ ചില ചോദ്യങ്ങൾ, സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ഈ ഹർജിക്കാരോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാളുടെ മരണം? സാധാരണഗതിയിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതില്ലേ? ഒപ്പം തന്നെ ഇങ്ങനെ മരണപ്പെട്ടാൽ അതിനൊരു മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് രജിസ്റ്ററി ഉണ്ടാവില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതെവിടെ എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ഈ വിഷയത്തിൽ RDOയുടെ നോട്ടീസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അതിനെന്തായാലും കോടതി തയ്യാറായിട്ടില്ല. പകരം കോടതി ചെയ്തത് ഈ വിഷയത്തിൽ സർക്കാരിനും ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ ഒരു നോട്ടീസ് അയക്കുകയാണ്. അതിനുശേഷമാണ് കോടതി അന്തിമ വിഷയത്തിലേക്ക് എത്തുക. പ്രധാനമായും ഒരു അസ്വാഭാവികത ഉണ്ടായാൽ അതിന് പോലീസിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാഥമികമായ ഉത്തരവാദിത്തമില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പോലീസിന് ഇത് കല്ലറ പൊളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും, മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരും. അതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഒരു ദുരൂഹതയും അസ്വാഭാവികതയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ട ഒരു സാധാരണ നടപടിക്രമങ്ങളാണ്. പോലീസിന് അത് ചെയ്യേണ്ടതില്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി ഈ കുടുംബത്തോട് എങ്ങനെ മരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, മരണം എങ്ങനെ സ്ഥിരീകരിച്ചു എന്നതുൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് ഹർജി വെച്ചിരിക്കുന്നു. അന്നേക്ക് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം, പോലീസും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും സാധാരണഗതിയിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹതയുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് ആവശ്യമാണ്.